2 ദിവസങ്ങളിലായിട്ട് കോഴിക്കോടിൻ്റെ ആതിഥേയത്വം സ്വീകരിച്ച് ഇവിടെ വന്ന് മത്സരിച്ച് വിന്നേഴ്സായവർ പിന്നീട് ഫൈനലിൽ പ്രയാസപ്പെട്ടവരുണ്ട്, അല്ലെങ്കിൽ പരാജയപ്പെട്ടവരുണ്ട്. നമ്മൾ സ്പോർട്സിൽ കാണേണ്ടത് വിജയവും പരാജയവും ഒരു നാണയത്തിൻ്റെ 2 ഭാഗമാണ്. അതുകൊണ്ട് ഇന്ന് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ ജയിച്ചിരിക്കണം. നിശ്ചയിച്ച സമയത്തിന് അല്പം വൈകിയായിട്ടാണെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ ചാമ്പ്യൻഷിപ്പുകൾ വളരെ ഭംഗിയായിട്ട് നടന്നു. എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഇലക്ട്രോണിക് സ്കോറിംഗ് സിസ്റ്റം ആദ്യമായിട്ട് സംസ്ഥാന തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് ഉപയോഗിക്കാൻ പറ്റി. വളരെ ഭംഗിയായിട്ട് തന്നെ അവർ അത് നിർവഹിച്ചു. ഈ ചാമ്പ്യൻഷിപ്പ് നടത്തിയ ഗോപീസ് തൈക്കൊണ്ടോ ഒരു ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തുന്നെങ്കിലും ഓരോ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും, ഇപ്പോൾ കോച്ചസിൻ്റെ ബോക്സ് ആണെങ്കിൽ പോലും, രജിസ്ട്രേഷൻ, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലായപ്പോഴും വളരെ കീനായിട്ട് തന്നെ ശ്രദ്ധിച്ച് ഈ ചാമ്പ്യൻഷിപ്പ് വളരെ ഭംഗിയായിട്ട് തന്നെ ഏറ്റെടുത്ത് നടത്തിയതിൽ ഗോപീസ് തൈക്കൊണ്ടോ ക്ലബിൻ്റെ ഭാരവാഹികളായ ഗോപി സാറിനോടും ബിന്ദുവിനോടും ടേക്കിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. ടൈക്കോണ്ടോയുടെ ആസ്ഥാനമായിട്ട് കോഴിക്കോടിനെ പ്രഖ്യാപിക്കണം എന്നാണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ മാത്രമായിട്ട് എത്ര സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഈ വേദിയിൽ നടന്നു എന്നുള്ളതാണ്. മൂസ ഹാജിയെ പോലുള്ള വളരെ ശക്തനായ ഒരു സംഘാടകൻ ഇതിന് പിറകിലുള്ളത് കൊണ്ട് തന്നെ ഇത്തവണത്തെ മാറ്റം എന്ന് പറയുന്നത് നേരത്തെ അജി പറഞ്ഞതുപോലെ ഇലക്ട്രോണിക് സ്കോറിംഗ് സിസ്റ്റം. നമ്മളൊക്കെ വേൾഡ് കപ്പ് ഉൾപ്പെടെയുള്ള വേദികളിലേക്കൊക്കെ പോയത് അവിടെ വീഡിയോ അസിസ്റ്റന്റ് റഫറി സിസ്റ്റം, അങ്ങനെ സാങ്കേതികതയെ വളരെ സുന്ദരമായിട്ട് പ്രയോജനപ്പെടുത്തി തെറ്റുകുറ്റങ്ങളില്ലാത്ത രീതിയിലാണ് ഓരോ മത്സര ഫലങ്ങളും പ്രഖ്യാപിക്കാറ്. അപ്പോൾ നമ്മൾ ടൈക്കോണ്ടോയിലേക്ക് വന്നപ്പോൾ ഇവിടെ നേരത്തെ ഗോപി അത് വളരെ മനോഹരമായിട്ട് ഗോപീസ് ടൈക്കോണ്ടോ അവർ മൊത്തം നമ്മൾ ഈ ആംബിയൻസ് തന്നെ നോക്കുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ആംബിയൻസ് ഉണ്ട് ഇതിൽ. കാരണം ഇലക്ട്രോണിക് സ്കോറിംഗ് സിസ്റ്റം അവിടെയുണ്ട്, ഈ കോച്ചസിൻ്റെ ബോക്സ്, പിന്നീട് ആ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് നമ്മളൊരു ഇൻ്റർനാഷണൽ ഒരു ആംബിയൻസിൽ അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ മത്സരത്തിന്റെ ഓവറോൾ റണ്ണറപ്പ് ട്രോഫികൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്.